സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. റിമാൻഡ് കാലാവധി നീട്ടുന്നതിനായാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഡിസംബർ 8-ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, പത്മകുമാറിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. എന്തൊക്കെയാവും നടപടിക്രമങ്ങൾ? റിമാൻഡ് കാലാവധി നീട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ന് എ പത്മകുമാറിനെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. രാവിലെ 10 മണി കഴിയുമ്പോൾ തന്നെ കോടതിയിലേക്ക് എത്തിക്കും. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷയായിരിക്കും. പത്മകുമാർ സാധാരണ കൊണ്ടുവരുന്ന സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് ഉയരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഇന്നും കോടതിക്ക് ഒരുക്കുക തന്നെ ചെയ്യും. കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അടച്ചിട്ട മുറിയിലാണ് നടക്കുന്നത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി സ്വാഭാവികമായിട്ടും നീട്ടി നൽകുകയായിരിക്കും ചെയ്യുക. പത്മകുമാറിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അന്നാണ് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിലുള്ള വാദം കേൾക്കുക. വിശദമായ വാദം തന്നെ കേൾക്കും. പത്മകുമാറിന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഭാഗം നൽകിയിരിക്കുന്നതെങ്കിൽ പോലും പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർക്കുമെന്നുള്ള ഒരു കാര്യം തന്നെ ഇപ്പോഴാണ് അറിയിച്ചിരിക്കുന്നത്. പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് വാസുവിനെ പോലെ പത്മകുമാറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. തിങ്കളാഴ്ച തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതിയിൽ വരുന്നുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.